ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീക്വൻസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ജെഇക്ക് പണ്ട് ചോദിച്ചൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ച് തുടങ്ങാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് ദ 10th ടേം ഓഫ് ആൻ AP ഈസ് 1/20, നേരെ തിരിച്ച് പറയും 20th ടേം ഈസ് 1/10, then the sum of first 200 terms ഓഫ്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് 10th ടേമിനെ വിളിക്കുന്നത് A+90 എന്നാണ്, 20th ടേമിനെ വിളിക്കുന്നത് A+90 എന്നാണ്. ഇങ്ങനെ പിള്ളേർക്ക് മനസ്സിൽ കൺഫ്യൂഷൻ എഴുതണം, അത് സോൾവ് ചെയ്യണം. അതിൻ്റെ ആവശ്യമേ ഇല്ല. സിമ്പിളായിട്ട് ഡയറക്റ്റ് ഇതേ ടൈപ്പ് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യേണ്ട ഷോർട്ട് കട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിനെ വിളിക്കുന്നത് കണ്ടോ, pth ടേം ഈസ് Q, 1/Q ആൻഡ് qth ടേം ഈസ് 1/P എന്ന രീതിയിലല്ലേ കിടക്കുന്നത്. തിരിച്ചും പറഞ്ഞ് pth ടേം ഈസ് 1/Q ആൻഡ് qth ടേം ഈസ് 1/P. അങ്ങനെ തിരിച്ചും മറിച്ചുമല്ലേ വന്നേക്കുന്നത്. അപ്പോൾ ടെൻഷനേ അടിക്കണ്ട. ഏതാണോ തന്നേക്കുന്നുണ്ട് സം ഓഫ് 200 ടേംസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഒരു ഇക്വേഷൻ പോലെ വേണമെങ്കിൽ ഓർത്തിരിക്കാം, അല്ലാതെ സിമ്പിൾ ലോജിക്കും വെച്ച് ഓർത്തിരിക്കാം. എങ്ങനെയാണ് ഇക്വേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അത് ഇക്വേഷൻ പോലെ കണ്ടണ്ട, എം, അതായത് സം ഓഫ് എത്ര ടേംസ് ആണോ കണ്ടുപിടിക്കേണ്ടത് അത് m × m+1/2pq. ഇതാണ് ഇക്വേഷൻ കണ്ട, 2pq എന്ന് വെച്ച് കഴിഞ്ഞാൽ p എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട. ഏതാണോ ആദ്യം തന്നേക്കുന്ന ടേം അതാണ് p. q ഏതാണെന്ന് നോക്കിക്കോ, തിരിച്ച് അത് തന്നെ ടേം q കണ്ട. അത് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ കിട്ടും? സമ്മോ. അപ്പോൾ S200, അതായത് അതാണ് കണ്ടുപിടിക്കേണ്ടത്. സം ഓഫ് 200 ടേംസ് അല്ലേ മക്കളെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ S200 ഈസ് ഈക്വൽ ടു എമ്മിന് പകരം നമ്മൾ ഏതാണോ സമ്മിൻ്റെ കണ്ടുപിടിക്കേണ്ടത് അത് ഇട്ട് കൊടുത്തു. കണ്ട, 200 × 201 ബിക്കോസ് ബൈ 2 × P എത്രയെന്ന് നമ്മൾ പറഞ്ഞു, 10th ടേം 20th ടേം. അപ്പോൾ 10 × 20 അതിലിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മുടെ ഏറ്റവും സ്റ്റുഡൻസിനെല്ലാം ഇഷ്ടമുള്ള പരിപാടി കട്ട് ചെയ്തു 2 കട്ട് ചെയ്തു കണ്ടോ 201/2 എന്ന് കിട്ടും. ചിന്തിച്ചേ, 200ന്റെ പകുതി 100 അല്ലേ മക്കളെ. 201ന്റെ പകുതി വന്ന നമ്പർ ഏതാന്ന് നോക്കിക്കേ, ഇതിനകത്തേക്ക് ശ്രദ്ധിച്ച് നോക്കിക്കേ, എന്നിട്ട് ആൻസർ കറുപ്പിച്ച് വെച്ചേ. ഏതാണ് ABCD, ഏതാണ് ആൻസർ? നിങ്ങൾ തന്നെ ഉറക്കെ ഒന്ന് പറഞ്ഞ് ഏതാണ് ആൻസർ? 100 അതായത് 101/2 അല്ലേ, അതല്ലേ ആൻസർ എന്ന് കിട്ടിയ ഓപ്ഷൻ ഡി എന്ന കറക്റ്റ് ആൻസറിലേക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ശരിക്കെടുത്ത് പ്രാക്ടീസ് ചെയ്യുക. സെയിം ഷോർട്ട് കട്ട് വെച്ച് ചെയ്യാം. ഇനിയും ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു.